ഇന്ന് കൊത്തുപൊറോട്ട ഉണ്ടാക്കാം. മുമ്പ് തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു ഈ കൊത്തുപൊറോട്ട കിട്ടുന്നത്. അവിടുത്തെ തട്ടുകടയിലും ഒക്കെ മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കൊത്തുപൊറോട്ട കിട്ടും. നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ആദ്യമേ. ഇനി സവാള ഇടാം. ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും 2 വെളുത്തുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇടാം. കുറച്ച് ഉപ്പ് കൂടെ ഇടാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും. ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് അതിനകത്ത് ചേർക്കാം. സവാള റെഡിയായിട്ടുണ്ട്. ഇനി സവാള അരികിലോട്ട് മാറ്റി വെച്ചിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ട ചിക്കി എടുക്കാം നമുക്ക്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ചിക്കൻ കറിയുടെ ഗ്രേവി. അത് ഈ മുട്ടയുടെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി പൊറോട്ട ഞാനൊരു 5 പൊറോട്ട എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. കൊത്തുപൊറോട്ട റെഡിയായിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്നതോ അത് വെച്ചും ഇതുപോലെ ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.